തിരുവനന്തപുരം വിമാനത്തിൽ പക്ഷിയിടിച്ചു. ഡൽഹി തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിലാണ് പക്ഷിയിടിച്ചത്. ഇതേ തുടർന്ന് ഡൽഹിക്കുള്ള വിമാനത്തിന്റെ മടക്കം റദ്ദാക്കി. ടിൻഡു വീണ്ടും ചേരുന്നു. ടിൻഡു, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരത്തും ഡൽഹിയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനത്തിൽ പക്ഷിയിടിച്ചത്. ഈ പക്ഷിയിടിച്ചതോടുകൂടി വിമാനം തിരിച്ചിറക്കുകയായിരുന്നു. കൂടുതൽ സാങ്കേതിക പരിശോധനകൾ നടത്തി വരികയാണ്. ആദ്യഘട്ടത്തിൽ 4 വിമാനങ്ങൾ ക്യാൻസലാക്കി എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നെങ്കിൽ പക്ഷെ അത്തരത്തിലുള്ള യാതൊരു വിധത്തിൽ ഫ്ലൈറ്റുകൾ ക്യാൻസലാക്കിയ തരത്തിലുള്ള ഒരു വിവരങ്ങളും എയർപോർട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരെ കൂടുതൽ ആളുകളും ഇത്തരത്തിലുള്ള ഒരു സംഭവം അല്ലെങ്കിൽ വാർത്ത അറിഞ്ഞതോടുകൂടി പാനിക്കാവുന്നുണ്ടായിരുന്നു. നിലവിൽ അത്തരത്തിൽ ഫ്ലൈറ്റുകളൊന്നും ക്യാൻസലാക്കിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു വിമാനം മാത്രം ഇത്തരത്തിൽ ഡിലേ ആകുന്നുണ്ടെന്ന് വഴിതിരിച്ചു വിടാനുള്ള സാധ്യതയെ മുന്നിൽ കാണുന്നു. നിലവിലിപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്ന തിരിച്ചിറക്കിയ വിമാനത്തിനെ സാങ്കേതിക പരിശോധന നടത്തി വരികയാണ്. സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷം മാത്രം ഫ്ലൈറ്റ് ഡൽഹിയിലേക്ക് പുറപ്പെടും. അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ എയർപോർട്ടിൽ നിന്നും അറിയിക്കുമെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ പക്ഷികളുടെ ശല്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പക്ഷികളുടെ ശല്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് ഇത്തരത്തിൽ ഫ്ലൈറ്റിൽ പക്ഷിയിടിച്ചതോടുകൂടി വിമാനം തിരിച്ചിറക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. അനിൽ നമ്പ്യാർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പക്ഷി ശല്യം രൂക്ഷമാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ ഞങ്ങൾ നൽകിയിരുന്നു. ഇന്ന് ഡൽഹി തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിലാണ് പക്ഷി ഇടിച്ചത്. ഇതേ തുടർന്ന് ഡൽഹിക്കുള്ള വിമാനത്തിൻ്റെ മടക്കം റദ്ദാക്കിയിരിക്കുന്നു. ടിൻഡുവാണ് വിവരങ്ങൾ നൽകിയത്.